ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ടൊരു കേക്കാണ്. വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുക. അതിനുവേണ്ടി അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഒരു ബൗളിൽ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 200 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്കിംഗ് ഡിഷിലേക്ക് ഒഴിക്കുക. ഇനി കേക്ക് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതേപോലെ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 40 to 50 മിനിറ്റ് ആകുമ്പോൾ ഇതായൊന്നൊന്ന് കുത്തി നോക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് ശരിക്കും ചൂടാറിയതിന് ശേഷം വേണം കേക്കിംഗ് ട്രേയിൽ നിന്ന് എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതേപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.